നമസ്കാരം. ഇന്ത്യൻ വിപണിയുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സ്വഭാവമുണ്ടല്ലേ? അതെന്താണെന്നും വരുന്ന ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ ഏതൊക്കെയാണെന്നും പിന്നെ ഈയൊരു സാഹചര്യത്തെ എങ്ങനെ നേരിടാമെന്നും നമുക്കിതിലൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. പല ട്രേഡർമാരും ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനുണ്ട്. ഒരു അവസരം കൺമുന്നിലുണ്ടെന്ന് തോന്നും, പക്ഷേ പിടിക്കാൻ നോക്കുമ്പോഴേക്കും അത് കയ്യിൽ നിന്ന് വഴുതിപ്പോകും. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ശരിക്കും ഒരു പോസിറ്റീവ് സൂചനയാണ് തന്നത്. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞതും വെടിനിർത്തൽ ചർച്ചകളിൽ കുറച്ച് പുരോഗതി ഉണ്ടായതുമൊക്കെ കാരണം മാർക്കറ്റ് ഏകദേശം 6% തിരിച്ചു കയറി. പക്ഷേ ഇങ്ങനെ ഒരു ഉഷാരൻ തിരിച്ചുവരവുണ്ടായിട്ടും പലർക്കും ട്രേഡിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു. അപ്പൊ മാർക്കറ്റ് ഒരു വശത്ത് മുകളിലേക്ക് പോകുന്നു, പക്ഷേ സാധാരണ ട്രേഡർക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല. ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന പ്രശ്നം തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വരുന്ന തിങ്കളാഴ്ച, അതായത് ഏപ്രിൽ 13-ന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിഫ്റ്റി 50യുടെ നിർണായക ലെവലുകളിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഇനി ഡെറിവേറ്റീവ് ഡേറ്റയിലേക്ക് നോക്കിയാലുണ്ടല്ലോ, ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 24,000 എന്ന ലെവലിൽ വലിയ പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതൊരു നല്ല സൈക്കോളജിക്കൽ സപ്പോർട്ടായിരിക്കും. ഇനി മാർക്കറ്റ് താഴേക്ക് വന്നാലോ, 23,850 ഒരു ബൈ ഓൺ ഡിപ് സോൺ ആയിരിക്കും. പക്ഷേ മുകളിലേക്ക് പോകുമ്പോഴോ, 24,300 മുതൽ 24,500 വരെയുള്ള റേഞ്ച് ഒരു വലിയ മതില് പോലെ നിൽക്കുകയാണ്. കാരണം അവിടെ വലിയ കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. നിഫ്റ്റിയിലെ ചില സ്റ്റോക്കുകൾ നോക്കിയാൽ അവിടെ നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ട്. ലാർസൻ ആൻഡ് ടൂബ്രോ ഒക്കെ നോക്കൂ, ഒരാഴ്ച കൊണ്ട് ഏകദേശം 10% കയറിയത്. ഏഷ്യൻ പെയിന്റ്സും നല്ലൊരു കുതിപ്പ് കാണിച്ചു. ഓട്ടോ, ഫിനാൻഷ്യൽസ്, അങ്ങനെ പല സെക്ടറുകളിലും ഈ ഒരു ഉണർവ് കാണാനുണ്ട്. ബാങ്കിംഗ് സ്റ്റോക്കുകളുടെ കാര്യവും അങ്ങനെ തന്നെ, ഒട്ടും പിന്നിലല്ല. ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക് എല്ലാം ഈ റാലിയിൽ മുന്നിലുണ്ട്. ബാങ്ക് നിഫ്റ്റി തന്നെ അടുത്തിടെ ഏകദേശം 2% ഉയർന്നത് ഈ സെക്ടറിന്റെ ശക്തിയാണ് കാണിക്കുന്നത്. അപ്പോ ഇതാണ് ചോദ്യം. ഇത്രയധികം പോസിറ്റീവ് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നു, സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ പലർക്കും ഒരുതരം നിരാശയും മടുപ്പും തോന്നുന്നത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്ന് കടക്കാം. അതായത്, ചാർട്ടുകൾ നോക്കുമ്പോൾ എല്ലാം ബുള്ളിഷ്, പക്ഷേ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോഴോ നഷ്ടം വരുന്നോ? എന്താണിത്? എന്തുകൊണ്ടാണ് ഈ ബുള്ളിഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നത്? ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? മാർക്കറ്റിനിപ്പോ ഒരു ഇരട്ട സ്വഭാവമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതെന്താ? പകൽ സമയത്ത് നല്ല ട്രെൻഡിംഗ് മൂവ് കിട്ടണം. പക്ഷെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? വലിയ നീക്കങ്ങളെല്ലാം ഓവർനൈറ്റ് ഗ്യാപ്പ് അപ്പായും ഗ്യാപ്പ് ഡൗൺ ആയും നടക്കുന്നു. രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോഴേക്കും കളി കഴിഞ്ഞിട്ടുണ്ടാവും. അതോടെ ഇൻട്രാഡേയിലെ മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ കിടന്ന് കറങ്ങും. 50-100 പോയിന്റ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന നമുക്ക് 15-20 പോയിന്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന അവസ്ഥ. ഇങ്ങനെ ദിവസം മുഴുവൻ ചെറിയ ചെറിയ നീക്കങ്ങൾ കണ്ട് സ്ക്രീനിന് മുന്നിലിരിക്കുമ്പോൾ ഏതൊരാളും അടുത്തുപോകും, അല്ലേ? ഇത് നമ്മുടെ കോൺഫിഡൻസിനെയാണ് ശരിക്കും ബാധിക്കുന്നത്. ഒടുവിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ഇൻട്രാഡേ മൂവ് വരുമ്പോഴേക്കും അതുവരെ ചെറിയ നഷ്ടങ്ങൾ സഹിച്ച് നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ വീണ്ടും നഷ്ടം വരുമോ എന്ന് പേടിച്ച് ആ ട്രേഡ് എടുക്കാൻ മടിക്കും. അപ്പോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതുപോലൊരു മാർക്കറ്റില് പിന്നെ നമ്മളെങ്ങനെ ട്രേഡ് ചെയ്യും? ഇതിന്റെ ഉത്തരം ഒരു പുതിയ ഇൻഡിക്കേറ്ററിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രാറ്റജിയിലോ ഒന്നുമല്ല കേട്ടോ. അത് നമ്മുടെ മൈൻഡ് സെറ്റിലാണ്, നമ്മുടെ അച്ചടക്കത്തിലാണ്. നമ്മളിപ്പോ കടന്നുപോകുന്ന ഈ മാർക്കറ്റ് ഘട്ടത്തിന് ഒരു പേരിട്ട് വിളിക്കാം: സൈഡ്വേസ് ഗ്രൈൻഡ്. പേര് പോലെ തന്നെ നമ്മളെ അരച്ചു കളയുന്നൊരവസ്ഥ. അതായത് വലിയ നീക്കങ്ങളൊക്കെ ഓവർനൈറ്റ് നടക്കും. പകൽ സമയത്ത് മാർക്കറ്റ് ഒരു ദിശയില്ലാതെ അങ്ങോട്ടുമിങ്ങോട്ടും ആടിക്കളിക്കും. ഇവിടെ അഗ്രസീവായി ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനം അച്ചടക്കമാണ്. അപ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനും ആ പോയ കോൺഫിഡൻസ് തിരിച്ചുപിടിക്കാനും സഹായിക്കുന്ന വളരെ സിമ്പിളായൊരു വഴിയുണ്ട്. അതാണ് ഈ 3 മാസത്തെ ട്രേഡിംഗ് സൈക്കിൾ. ആദ്യത്തെ മാസം ഒരൊറ്റ ലോട്ടിൽ മാത്രം ട്രേഡ് ചെയ്യുക. ലാഭമല്ല, അച്ചടക്കമാണ് ലക്ഷ്യം. ആ മാസം വലിയ നഷ്ടമില്ലാതെ പൂർത്തിയാക്കിയാൽ അടുത്ത മാസം 2 ലോട്ടിലേക്ക് മാറാം. അതുമൊക്കെയാണെങ്കിൽ 3-ാം മാസം 3 ലോട്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ്: ഏതെങ്കിലും മാസം നഷ്ടത്തിലായാൽ ഉടൻ തന്നെ തൊട്ടുമുമ്പത്തെ ചെറിയ ലോട്ട് സൈസിലേക്ക് തിരികെ പോകുക. ഇൻട്രാഡേയില് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ നമുക്ക് കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് വലിയ ചിത്രമൊന്ന് നോക്കിയാലോ? മാർക്കറ്റിന്റെ ദീർഘകാല കാഴ്ചപ്പാട് എന്താണ് പറയുന്നത്? അതിനായി നമുക്ക് വീക്ക്ലി ചാർട്ടിലേക്ക് പോകാം. അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും.
വീക്ക്ലി ചാർട്ടിൽ നോക്കുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഒരു പവർ സോണിലാണ് നിൽക്കുന്നത്. ഇത് ചരിത്രപരമായി നോക്കിയാൽ വളരെ ശക്തമായൊരു സപ്പോർട്ട് ഏരിയയാണ്. അതിനർത്ഥം ഇപ്പോഴത്തെ ഈ ചെറിയ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും മാർക്കറ്റിന് നല്ലൊരു അടിത്തറയുണ്ടെന്ന് സാരം. അപ്പോ ഈ ഒരു അടിത്തറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലെവൽ ഏതാണെന്നല്ലേ? അത് 22,200 അനാലിസിസ് അനുസരിച്ച് മാർക്കറ്റ് ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വെറും 30% മാത്രമാണ്. അതായത് 70% സാധ്യതയും ഇതിന് മുകളിൽ നിൽക്കാനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ 22,200 എന്ന ലെവലിനെ ഒരു ലക്ഷ്മണരേഖയായിട്ട് തന്നെ കാണാം. മാർക്കറ്റ് ഇതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ലോങ് ടേം ട്രെൻഡ് പോസിറ്റീവാണ്, പേടിക്കാനൊന്നുമില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഈ ലെവൽ ബ്രേക്കായാൽ അതൊരു വലിയ മുന്നറിയിപ്പാണ്. ഒരുപക്ഷെ 21,000 അല്ലെങ്കിൽ 19,000 വരെ നീളാവുന്ന ഒരു വലിയ ഇടിവിന്റെ തുടക്കമാകാം അത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം അഗ്രഷൻ അല്ല, ക്ഷമയാണ്. ശരിക്കും പറഞ്ഞാൽ ക്ഷമയാണ് ഇപ്പോഴത്തെ പുതിയ കറൻസി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ നിങ്ങളുടെ സ്ട്രാറ്റജി തയ്യാറാണോ?